Amen. ഈ വായിച്ച നല്ല പാസേജിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യക്തിപരമായി എൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ കുറേ ആഴ്ചകൾ മുമ്പ് നേരിട്ട ഒരു സംഘർഷത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പാസേജിലേക്ക് എൻ്റെ ധ്യാനം വരുവാനിടയായി തീർന്നത്. എന്നെ വളരെ ബലപ്പെടുത്തുകയും എൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് വളരെ വ്യക്തമായി സംസാരിക്കുകയും ചെയ്തതിൻ്റെ പുറത്ത് അത് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടു. അത് ഞാൻ ആയിരിക്കുന്ന സഭയിൽ അത് പ്രസംഗിച്ചു. ഇത് ഇന്നത്തെ ഈ വചനധ്യാനം നിങ്ങൾക്കും അനുഗ്രഹിക്കുമെന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മളൊന്ന് വായിക്കുമ്പോൾ ഒറ്റ വായനയിൽ ചിലപ്പോൾ മനസ്സിലാകുന്നതിൽ വരുത്തില്ലായിരിക്കാം. എന്നാൽ 2-3 തവണ നമ്മൾ വായിക്കുമ്പോൾ 12-ാം അധ്യായം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ പബ്ലിക് മിനിസ്ട്രിയുടെ അവസാനത്തെ ഒരു കാര്യമായി, അല്ലെങ്കിൽ ആ പബ്ലിക് മിനിസ്ട്രി എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് യോഹന്നാൻ. അതിനുശേഷം 13 തൊട്ട് ഉള്ള അധ്യായങ്ങളിൽ പബ്ലിക്കായിട്ട് കർത്താവ് ഒരു ശുശ്രൂഷ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഒരു പ്രൈവറ്റ് കൺവെർസേഷൻ നടത്തുകയാണ്. 17-ാം അധ്യായത്തിൽ തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയും, അല്ലെങ്കിൽ ലോർഡ്സ് പ്രേയർ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന നീണ്ട ഒരു പ്രാർത്ഥനയാണ് 17-ാം അധ്യായം. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അല്ലെങ്കിൽ 2-ാം അധ്യായം തൊട്ട് 11-ാം അധ്യായം അല്ലെങ്കിൽ 12-ാം അധ്യായത്തിൻ്റെ പകുതി വരെ കർത്താവിൻ്റെ ആ പൊതു ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിൽ വന്നതിന് ശേഷം ആ ഇത്രയും നാൾ താൻ ചെയ്ത ആ ശുശ്രൂഷ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് യോഹന്നാന് അവിടെ കൊടുക്കുന്നത്. ഇന്നത്തെ ശുശ്രൂഷകളുടെ വെളിച്ചത്തിൽ ഈ റിപ്പോർട്ട് നാം വായിച്ചാൽ വലിയൊരു പരാജയപ്പെട്ട ഒരു ശുശ്രൂഷയാണ് നമുക്ക് തോന്നിപ്പോ. കാരണം ഞാൻ ഈ 12-ാം അധ്യായം വായിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, ഈ റിപ്പോർട്ടിനകത്ത് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത കാര്യം എഴുതിയിട്ടില്ല, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കാര്യം എഴുതിയിട്ടില്ല, 38 സംവത്സരം പക്ഷപാതക്കാരനെ സൗഖ്യമായ കാര്യം എഴുതിയിട്ടില്ല, ഏറ്റവും അവസാനം ചെയ്ത ഏറ്റവും വലിയ അടയാളമായ ലാസറിന്റെ അടയാളം അല്ലെങ്കിൽ ആ ഉയർപ്പിനെ കുറിച്ച് പോലും ഇതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടില്ല. ഞാനപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ഒരു കോൺടെമ്പററി ശുശ്രൂഷകൾ എങ്ങനെ ആയിരിക്കും റിപ്പോർട്ട് എഴുതുന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം കാര്യം ഉൾപ്പെടുത്തും അല്ലേ. 5000 പേരെ പോഷിപ്പിച്ചതും, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതും, 38 സംവത്സരമായി പാരലൈസ് ആയിരിക്കുന്ന വ്യക്തിയെ സൗഖ്യമാക്കിയതും, മരിച്ചൊരാളെ ഉയർപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് വായിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? വിജയിച്ചു, സക്സസ് ആണ്, ഭയങ്കര ഗംഭീരമായിരിക്കുന്നു മിനിസ്ട്രി. എന്നാൽ ഇതൊന്നും 12-ാം അധ്യായത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നെ ചിന്തിപ്പിച്ചത് ഈ 12-ാം അധ്യായത്തിൻ്റെ ഈ 36-ാമത്തെ അല്ലെങ്കിൽ 37-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബട്ട് thou had performed so many signs, വളരെ അടയാളങ്ങൾ താൻ ചെയ്തെങ്കിലും yet they were not believing in him, അനേകർ അവനെ വിശ്വസിച്ചില്ല. ഞാനിങ്ങനെ വായിച്ചപ്പം കർത്താവിൻ്റെ ഈ പബ്ലിക് മിനിസ്ട്രിയുടെ റിപ്പോർട്ട് ഇന്നത്തെ ഒരു ശുശ്രൂഷയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ, സോ കോൾഡ് ശുശ്രൂഷകൾ എന്ന് വിളിക്കുന്ന സോ കോൾഡ് മിനിസ്ട്രി, ഞാനത് ബ്രാക്കറ്റിലിടുക, എന്ന് വിളിക്കുന്നവർ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ പറയും, ഓ ഇറ്റ് ഈസ് ബിഗ് ഫെയിലിയർ, ഇത് വലിയ ഫെയിലിയറാണ്. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും അനേകർ അവനെ വിശ്വസിച്ചില്ലെന്നോ. അപ്പം
എന്താ ഇവിടെ സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദിസ് ഹാപ്പനിങ്? എന്നോട് കർത്താവ് വളരെ വ്യക്തമായി സംസാരിച്ചൊരു കാര്യം, ലോകം നോക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ വീക്ഷണം. സ്തോത്രം. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറ്റ്സ് എ ഫെയിലിയർ. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ആരും വിശ്വസിച്ചില്ലെന്നോ? അയ്യോ. എന്നാല് 27, 28, പ്രത്യേകിച്ച് 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാനത് വായിക്കാം. 28-ാമത്തെ വാക്യം നോക്കിക്കേ. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന്, ആരായിരിക്കും സ്വർഗത്തിൽ നിന്ന് പറഞ്ഞത്? പിതാവ്. സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അപ്പൊ പിതാവ് പറയുകയാണ്, ഇതുവരെ കർത്താവ് ചെയ്തതെല്ലാത്തിലും ആർക്ക് മഹത്വം കിട്ടി? ദൈവത്തിന്, പിതാവിന് മഹത്വം. ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കാര്യം അത് ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിലാണ്. അതിലും ആര് മഹത്വം എടുക്കാൻ പോവുക? സ്വർഗത്തിലെ പിതാവ് മഹത്വം എടുക്കാൻ. എന്നെ ഇത് വളരെ ചാലഞ്ച്. ലോകം ഇന്നത്തെ വീക്ഷണത്തിൽ നോക്കുന്നത് പോലെയല്ല ശുശ്രൂഷകൾ. ദൈവം എങ്ങനെയാണ് ശുശ്രൂഷകളെയും ശുശ്രൂഷകന്മാരെ വീക്ഷിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ ഒരു ആമുഖമായി ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്കൊന്ന് വരാം. 20-ാമത്തെ വാക്യം, 12-ന്റെ 20-ാമത്തെ വാക്യം. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. അപ്പം ഈ യവനന്മാര് കർത്താവിൻ്റെ ആ ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിൽ വന്നിട്ട് തൻ്റെ ശിഷ്യന്മാരായ ഫിലിപ്പോസ് അതിനുശേഷം അന്ത്രയോസിനോടും പറഞ്ഞിട്ട്, ഇവര് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത്, യേശുവിനോട് പറഞ്ഞു, നിന്നെ കാണുവാൻ ചിലർ അന്വേഷിക്കുന്നു. They want to see you. They want to see Jesus. അതിനുശേഷം യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഞാൻ 20-ാമത്തെ വാക്യം ആദ്യം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോരോ വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വ്യാഖ്യാനിച്ച് തരാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. അപ്പൊ യവനന്മാർ വന്നപ്പോൾ, എന്തുകൊണ്ടാണ് യവനന്മാർ വന്നത്? അതിലെൻ്റെ ഒരു ധാരണ ഞാൻ പറയാം. കർത്താവിൻ്റെ ആ ശുശ്രൂഷയുടെ അവസാനം താന് ആലയത്തിൻ്റെ ആ ജാതികളുടെ കോർട്ട്, ജെൻറ്റൈൽ കോർട്ട്സിൽ കയറി ഒരു ജഡ്ജ്മെന്റ് നടത്തി, ഒരു ശുദ്ധീകരണം നടത്തി. അപ്പോൾ ഈ ശുദ്ധീകരണം നടത്തിയ കർത്താവിനെ ഈ യവനായ, അല്ലെങ്കിൽ ഗ്രീക്ക് ജാതികൾ എന്ന് പറയുമ്പോൾ ഇവര് യഹൂദ മതം അല്ലെങ്കിൽ യഹൂദ മതത്തിൻ്റെ ആ ദൈവത്തെ അതിനെയൊക്കെ സ്വീകരിച്ചവരാ. അപ്പോൾ ഒരു പക്ഷേ ഇവര് ആ കോർട്ടിൽ കാണുമായിരിക്കും. അങ്ങനെ ആ ജാതികളുടെ കോർട്ടിൽ ഇവരിങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ഇതാ ഒരു പുരുഷൻ വന്നിട്ട് ഭയങ്കര സംഭവം, ഭയങ്കര ഉണർവ്, ബിസിനസ്സുകാരെയൊക്കെ പുറത്താക്കും. ഇതെന്താ ഇത്? ഞങ്ങൾക്ക് ഈ വ്യക്തി ഒന്ന് കാണണം. വി വാണ്ട് ടു സീ ജീസസ്. അങ്ങനെ ആയിരിക്കണം ഇവർ ചിന്തിച്ചത്, ഞങ്ങൾക്ക് യേശുവിനെ കാണും. അങ്ങനെ കാണാൻ വേണ്ടി ആദ്യം ചെന്ന് ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നു. എന്തുകൊണ്ട് ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നു? ചിലരൊക്കെ പറയുന്നത് ഫിലിപ്പോസ് എന്ന് ഒരു യവനായ പേര് ഉള്ളത് കൊണ്ടായിരിക്കണം ഈ വ്യക്തി, യവനായ ആൾക്കാര് ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നത്. എന്നിട്ട് ഈ ഫിലിപ്പോസ് അന്ത്രയോസും ഇവർ ചെന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യം അവതരിപ്പിക്കുക. ഓക്കെ. അവതരിപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ മറുപടി ഒരു നമ്മൾ ചിന്തിക്കുന്നത് പോലുള്ളൊരു മറുപടിയല്ല. എന്തായിരിക്കണം? എനിക്ക് അവരെ കാണണ്ട, അല്ലെങ്കിൽ അവര് വന്ന് കണ്ടോട്ടെ. ഇതല്ലാതെ ഒരു മറുപടിയാണ് കർത്താവ് അവിടെ പറയുന്നത്. എന്താ കർത്താവ് പറയുന്നത്?
മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കും. ഇതിൽ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടത്, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ ആദ്യത്തെ അധ്യായം മുതൽ യോഹന്നാൻ നമ്മളെ വരച്ച് കാണിക്കുന്ന ഒരു പ്രത്യേക ആശയമുണ്ട്. 1-ാം അധ്യായത്തിന്റെ 10 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാൻ നമുക്ക് സമയമില്ല, ഞാൻ അങ്ങ് പറഞ്ഞു പോവുക. 1-ന്റെ 10 തൊട്ട് 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരും അവനെ കൈക്കൊണ്ടില്ല. ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവമക്കളാകാനുള്ള ഇൻവിറ്റേഷൻ ഇത് ഓപ്പണാണ്. ഇത് ഓപ്പൺ, ആർക്കും വരാം. അത് യഹൂദനായിക്കൊള്ളട്ടെ, ലോകത്തിലുള്ള ആരും ആയിക്കൊള്ളട്ടെ, ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ എവ്രിബഡി. 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ന്റെ 39 തൊട്ട് 42-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ശമരിയക്കാർ വന്നിട്ട് പറയുകയാണ്, സ്ത്രീയോട് പറയുകയാണ്, നിന്റെ സാക്ഷ്യം കേട്ടിട്ട് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ തന്നെ കേൾക്കുകയും ഞങ്ങൾ അറിയുകയും ചെയ്തിരിക്കുന്നു, ഇവൻ തന്നെ ലോകത്തെ രക്ഷിക്കുന്ന രക്ഷിതാവ്. ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. അവിടെ ആ പദം കണ്ടോ, ലോകത്തിന്റെ രക്ഷിതാവ്. യഹൂദന്മാരുടെ മാത്രമല്ല, ലോകത്തിന്റെ രക്ഷിതാവ്. 3-16 നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്, ലോകത്തെ സ്നേഹിച്ചു, അല്ലേ? ലോകത്തെ സ്നേഹിച്ചു. അതിനുശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഐ എം ദ ലിവിങ് ബ്രെഡ്. 6-ാമത്തെ അധ്യായത്തിൽ എന്തിനാ ലിവിങ് ബ്രെഡ് വന്നത്? ലോകത്തിന് ജീവൻ കൊടുക്കുവാൻ. ടു ഗിവ് ലൈഫ് ടു ദ വേൾഡ്, ലോകത്തിന് ജീവൻ കൊടുക്കുവാൻ. 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ഈ ഫ്ലോക്കിലല്ലാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവരെയും എനിക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഫ്ലോക്കിലല്ലാത്ത വേറെ ആടുകൾ, ലോകത്തിൽ നിന്ന്, ജാതികളിൽ നിന്ന്, അവരെയും ഞാൻ കൊണ്ടുവന്ന് ഒരു ഇടയനും ഒറ്റ ഫ്ലോക്കുമാകാൻ പോവുക. ഓക്കെ. അതിനുശേഷം 11-ാം അധ്യായത്തിന്റെ 49 തൊട്ട് ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അന്നത്തെ മഹാപുരോഹിതനായ കയ്യഫാസ് താൻ പറഞ്ഞു. എന്താ പറഞ്ഞ വാക്യം നോക്കിക്കേ. അതിന്റെ 51-ാമത്തെ വാക്യം 52-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 51-52. അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സര മഹാപുരോഹിതനാകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിന് തന്നെ. അപ്പം ജനത്തിന് വേണ്ടി മാത്രമല്ല, നോട്ട് ജസ്റ്റ് ഫോർ ദ പീപ്പിൾ, ചിതറിയിരിക്കുന്ന. അപ്പം ത്രൂ ഔട്ട് 1-ാം അധ്യായം തൊട്ട് നമ്മൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ, കർത്താവ് വന്നത് യഹൂദന്മാരെ മാത്രമല്ല, ലോകത്തെ കർത്താവിനെ ഉൾക്കൊള്ളുന്ന വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള ഇൻവിറ്റേഷൻ ഓപ്പൺ ആയിട്ട് കിടക്കുക. ഇങ്ങനെ വന്നപ്പോൾ ഇതാ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ യവനായ ഭാഷക്കാർ, ഗ്രീക്സ്, ജാതികൾ വരിക. അങ്ങനെ ജാതികൾ വന്നപ്പോൾ കർത്താവിന് മനസ്സിലായി, താൻ വന്ന ആ ഉദ്ദേശം, ഇവിടെ പർപ്പസ് ഇവിടെ നടന്ന് ഇരിക്കുക, ആ നാഴിക വന്നിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദാറ്റ് ഹവർ ഹാസ് കം. അടുത്തത്, ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാഴിക എന്നുള്ള വേർഡ്, അവർ എന്നുള്ള വേർഡ് വളരെ നമുക്ക് സൂക്ഷ്മമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 2-ാം അധ്യായത്തിൽ മറിയ അമ്മ ചെന്നിട്ട് മകനോട് പറയുമ്പോൾ പറയുന്നത് എന്താണ് കർത്താവ്? സ്ത്രീയെ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. മൈ അവർ ഹാസ് നോട്ട് യെറ്റ് കം. 7:30, 8:20, 7:6, 8 ഈ വാക്യങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ നാഴിക വന്നിട്ടില്ല, നാഴിക വന്നിട്ടില്ല, നാഴിക വന്നിട്ടില്ല, അല്ലേ? എന്നാൽ 12-ാം അധ്യായത്തിന്റെ ഇപ്പോൾ നമ്മൾ വായിച്ച 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അപ്പോ 2-ാം അധ്യായം തൊട്ട് വന്നിട്ടില്ല, 7, 10 ഇതിലെല്ലാം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇതാ
ഈ 12-ാം അധ്യായത്തിൽ പറയുകയാണ് ആ നാഴിക വന്നിരിക്കുന്നു. ദ ടൈം ഹാസ് കം. 12-ാം അധ്യായം തൊട്ട് അങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ നാഴിക വന്നിരിക്കുന്നു എന്നൊക്കെ വാക്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 13:1 നോക്കിക്കേ. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ള സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവർ സ്നേഹിച്ചു. അപ്പൊ എന്താ നാഴികേന്റെ അർത്ഥം? അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് കണ്ടോ? ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക എന്ന് പറയുന്നത് ലോകം വിട്ട് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്ന നാഴിക. എങ്ങനെ ലോകം വിട്ട് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത്? നമ്മളെല്ലാരും പോകുന്ന പോലാണോ? അല്ല. ക്രൂശ് മരണത്തിൽ കൂടെ താൻ ലോകം വിട്ട് പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പൊ നാഴിക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ ക്രൂശ് മരണവും തൻ്റെ തേജസ്കരണവുമാണ് ഇവിടെ നാഴിക എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ യവനായ ആൾക്കാർ വന്നപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം അതിവിടെ അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. യഹൂദന്മാര് മാത്രമല്ല, പിന്നെ ജാതികളും ഇതാ സുവിശേഷം കേൾക്കുവാൻ, എന്നെ കാണുവാൻ വേണ്ടി ഇതാ വന്നിരിക്കുന്നു. ആ നാഴിക അടുത്തിരിക്കുന്നു. തേജസ്കരിക്കപ്പെടുവാൻ, ക്രൂശിന്റെ മരണത്തിൽ കൂടെ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഈ 12-ാം അധ്യായത്തിന്റെ ഈ നമ്മളിപ്പോൾ വായിച്ച 21-ാം വാക്യമൊക്കെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫിലിപ്പോസിന്റെ അടുക്കൽ അവർ ചെന്നിട്ട് അവരെന്താ പറഞ്ഞത്? യജമാനനെ, ഞങ്ങൾ യേശുവിനെ കാണണം. ജെയിംസ് ബോയ്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ തൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. താൻ അനേകടുത്ത് പ്രസംഗിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. പല പുൽപ്പിറ്റുകളിലും താൻ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അമേരിക്കൻ പുൽപ്പിറ്റുകളിൽ അനേകടുത്ത് ചെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു പുൽപ്പിറ്റിൽ ചെന്ന് താൻ പ്രസംഗിച്ചത് താൻ ഒരിക്കലും മറക്കത്തില്ല. അതിൻ്റെ അകത്ത് താൻ എഴുതിയിരിക്കുന്നത്, താൻ ആ പുൽപ്പിറ്റിൽ ചെന്ന് നിന്ന് തല ഉയർത്തി നോക്കുമ്പോൾ ഫ്രണ്ടില് എഴുതിയിരിക്കുന്നത് എന്തോന്നറിയാമോ? സർ, വി വോണ്ട് ടു സീ ജീസസ്. യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണും. ജെയിംസ് ബോയ്സ് പറയുന്നത് എന്നെ വളരെ ചാലഞ്ച് ചെയ്തു. അത് ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന പ്രസംഗം ജനത്തെ യേശുവിനെ കാണിക്കുകയാണോ അതോ എന്നെ കാണിക്കാൻ പോവുകയാണോ? ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്തു. പ്രിയരെ, നമ്മുടെ ശുശ്രൂഷയുടെ വിജയം നമ്മളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതല്ല. നമ്മുടെ ശുശ്രൂഷയുടെ വിജയം കർത്താവിനെ വരച്ച് കാണിക്കുന്നതാണ്. ഞങ്ങൾക്ക് യേശുവിനെ കാണണം. വി വോണ്ട് ടു സീ ജീസസ്. ആരുടെ അടുക്കലാ ചെന്ന്? ഫിലിപ്പോസിന്റെയും അന്ത്രയോസിന്റെ അടുക്കൽ. ഈ അന്ത്രയോസിന്റെ ഒരു സ്വഭാവം നമ്മളൊന്നും പഠിക്കുമ്പോൾ, ഫിലിപ്പോസിന്റെ അന്ത്രയോസിന്റെ സ്വഭാവം, ഇവരെല്ലാം യേശുവിന്റെ അടുക്കലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നവരാണ്. ഭയങ്കര ശുശ്രൂഷയാണ്. ഈ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഒന്ന് വരുമ്പോൾ, യോഹന്നാന്റെ വാക്ക് കേട്ട് 2 ശിഷ്യന്മാര് യേശുവിനെ അനുഗമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. 1:35-36. 1:35-36. പിറ്റേന്നാൽ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. എന്താ നല്ലേ? ഇതാ ശുശ്രൂഷ. അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. ആമേൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് ജനം ആരെ അനുഗമിക്കണം? യേശുവിനെ അനുഗമിക്കണം. ഈ വ്യക്തിയുടെ സ്വാധീനം ഒന്ന് നോക്കിക്കേ. യോഹന്നാൻ എന്ന് പറയുന്ന ഈ ജോൺ ദി ബാപ്റ്റിസ്റ്റിന്റെ സ്വാധീനം ഒന്ന് നോക്കിക്കേ. യേശുവിനെ ഈ വ്യക്തി കാണിച്ചിട്ട് ഇവർ 2 പേരും യേശുവിന്റെ അടുക്ക വന്നു. പിന്നെ നടക്കുന്നത് എന്തുവാ? പിന്നെ ഇവർ കാണുന്നവരെല്ലാം യേശുവിന്റെ അടുക്ക് കൊണ്ടുവരിക അല്ലേ? എന്നിട്ട് അതിന്റെ 40-ാമത്തെ വാക്യം 40. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു.
അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട അവനോട്, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവിനെ കണ്ടപ്പോൾ ആദ്യം എന്തോ ചെയ്തേ? സഹോദരനോട് ഈ വാർത്ത എന്റെ സഹോദരനോട് ഞാൻ പറയണം. സ്തോത്രം. ഞാനൊരു കാര്യം ദൈവമക്കളോട് ചോദിക്കട്ടെ. ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ആരെ വിളിക്കും? നമുക്ക് പ്രിയപ്പെട്ടവരെ ആദ്യം വിളിക്കുമല്ലേ? നമ്മൾ ഭൂമിയിൽ കേൾക്കുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത സുവിശേഷമാണ്. നമ്മുടെ വീട്ടുകാരോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സ്വന്തം സഹോദരങ്ങളോട് ആദ്യം ഇത് കേട്ട ഉടനെ കർത്താവിന്റെ അടുക്കൽ വന്നോണ്ട് ആദ്യം ചെയ്തത് എൻ്റെ സഹോദരനോട് പറഞ്ഞു. പത്രോസിനെ കുറിച്ചൊക്കെ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയെങ്കിലും കൊണ്ടുവന്ന അന്ത്രയോസ് ആണ്. അന്ത്രയോസ് പത്രോസിനെ കൊണ്ടുവന്നു. ഇനി മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പം ഫിലിപ്പോസ് ഇത് തന്നെ ചെയ്യുന്നത് അല്ലേ? നോക്കിക്കേ 44 വാക്യം. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നതിനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഇനി 47 വാക്യം. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദ്യത്തിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. അപ്പോ 45 വാക്യത്തിൽ ഫിലിപ്പോസാ കണ്ടല്ലേ? പക്ഷേ 48 വാക്യത്തിൽ ഫിലിപ്പോസ് അല്ല ആദ്യം കണ്ടത്, കർത്താവ് ആദ്യം കണ്ടത്. ഇത് നമ്മളെ ബലപ്പെടുത്തണം. ഫിലിപ്പോസിനെ എന്തിനാ അയച്ചെന്നറിയാമോ? കർത്താവ് നഥനയേലിനെ കണ്ടത് കൊണ്ടാണ് ഫിലിപ്പോസിനെ അയച്ചത്. നമ്മുടെ അടുക്കൽ പാസ്റ്റർമാരും വിശ്വാസികളും വന്ന് സുവിശേഷം പറഞ്ഞു കാണും. പക്ഷെ അവരൊന്നുമല്ല നമ്മളെ ആദ്യം കണ്ടത്. നമ്മളെ കണ്ടത് ഒരു ദൈവമുണ്ട് കേട്ടോ. ആ ദൈവമാണ് ഇവരെ നമ്മുടെ അടുക്കലേക്ക് അയച്ചത്. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ സഹോദരനോടും എൻ്റെ വീട്ടുകാരോടും എൻ്റെ കൂട്ടുകാരോടും എനിക്ക് സുവിശേഷം പറയാൻ കർത്താവ് എനിക്ക് ധൈര്യം നൽകണമേ. അവരുടെ അടുക്കൽ ചെല്ലണമെങ്കിൽ അങ്ങനെ അയക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം പ്രത്യാശയോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അയക്കുന്നെങ്കിൽ ഹൃദയങ്ങളെ ഇടപെടുന്ന, ഹൃദയങ്ങളെ ഡ്രോ ചെയ്ത് കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. സ്തോത്രം. ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം ഇന്ന് പകൽക്കാലം നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. അപ്പം ഈ കർത്താവിൻ്റെ ആ നാഴിക, ആ യവനായ ആൾക്കാർ വന്ന് കർത്താവിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ ആ മറുപടിയിലേക്കാണ്, ആ ആൻസറിലേക്കാണ് ഞാൻ ഇനി നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. 23 വാക്യം നിന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്. ഇപ്പോൾ അവരോട് ഉത്തരം പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും ആണോ അതോ യവനായ ആൾക്കാരും ഉണ്ടോ നമുക്കറിയത്തില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഫിലിപ്പോസും അന്ത്രയോസും ഈ യേശുവിനെ കാണുവാൻ വേണ്ടി വന്ന യവനായ ആൾക്കാരോടും പറഞ്ഞത്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അപ്പൊ നാഴിക എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ അടുത്ത് ഇനി പറയാൻ പോകുന്ന കാര്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവിൻ്റെ നാഴിക എന്ന് ഇനി 12 തൊട്ട് മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു വിഷയം, ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ നാഴിക, വെളിച്ചത്തിൻ്റെ നാഴിക. സ്തോത്രം. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് അതിനോട് ബന്ധപ്പെടുത്തി ഒന്ന് കാണിക്കാം. നോക്കിക്കേ, 14-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളൊന്ന് വായിച്ചേ. 14:30-31. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പീൻ, നാം പോകാം.
ലോകത്തിന്റെ പ്രഭു വരുന്നെങ്കിലും അവന് എന്നോട് ഒരു കാര്യമില്ല. ഇരുട്ട് വരുന്നുണ്ടെങ്കിലും വെളിച്ചമാണ് ഇവിടെ വലിയതായി തിളങ്ങാൻ പോകുന്നത്. ദൈവത്തിന്റെ പരമാധികാരം ഉള്ള നാഴികയാണ് യോഹന്നാൻ 13 തൊട്ടുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 19-ാം അധ്യായത്തിന്റെ 10, 11 വാക്യങ്ങൾ നമുക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 19-ന്റെ 19. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരധികാരം ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചതിനധികം പാപം ഉണ്ടെന്ന് ഉത്തരം പറഞ്ഞു. അപ്പം മേളിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ നിനക്ക് എന്റെ മേൽ ഒരു അധികാരവും ഇല്ല. അപ്പൊ ഇവിടെ ആരാ പരമാധികാരിയായിട്ട്? കർത്താവ്. ചില വാക്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ച് കാണിക്കുന്നുള്ളൂ. 13-ാം അധ്യായം എൻ്റെ 3-ാമത്തെ വാക്യം നോക്കിക്കേ. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് താൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു, ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരിക്കാറ്. അപ്പൊ കർത്താവിന്റെ പക്കലേക്ക് പിതാവായ ദൈവം സകലവും സമർപ്പിച്ചിരിക്കുന്ന ചിലര് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തെ ആദ്യത്തെ 12 അധ്യായങ്ങളെ ബുക്ക് ഓഫ് സയൻസ് എന്നും അല്ലെങ്കിൽ അടയാളങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കുന്നു. 13 തൊട്ട് 17 വരെയുള്ള അധ്യായങ്ങളെ ബുക്ക് ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ പുസ്തകം എന്ന് വിളിക്കുന്നുണ്ട്. ആ തേജസ്സിന്റെ പുസ്തകത്തിനോടുകൂടെ ഞാൻ ഒരു പേരും കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. ബുക്ക് ഓഫ് ഗോഡ്സ് സോവർണിറ്റി, ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ പുസ്തകം. ദൈവത്തിന്റെ ആ പരമാധികാരം, ഇരുട്ട് ഉണ്ടെങ്കിലും ലോകത്തിന്റെ പ്രഭു വരുന്നെങ്കിലും ദൈവത്തിന്റെ പരമാധികാരം, ഗോഡ് സോവർണിറ്റി വളരെ തിളങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശു നിസ്സായകനായിട്ട് ഇങ്ങനെ പിശാച് വലിച്ചോണ്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കൊരിക്കലും തോന്നരുത്. ക്രൂശ് മരണം ഒരു പരാജയമായിട്ട് തോന്നരുത്. ഈ ക്രൂശ് മരണത്തിൽ കൂടെ പിതാവായ ദൈവത്തിന് മഹത്വം ലഭിക്കുകയാണ്. കർത്താവ് തൻ്റെ ഇഷ്ടത്താൽ പിതാവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്വയമേ ഇത് എടുക്കാൻ വേണ്ടി പോകുകയാണ്. തന്നെ ആര് കീഴ്പ്പെടുത്തുന്നില്ല, സ്വയമേ കൊടുക്കുകയാണ്. തന്നെത്താൻ തൻ്റെ ജീവനെ കൊടുക്കുകയാണ്. ഈ സോവറൻ തന്നെത്താൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ആർക്കും കർത്താവിന്റെ ജീവനെ എടുക്കാനും കഴിയത്തില്ല. സ്തോത്രം. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഗോഡ് ഇസ് സോവറൻ ഹിയർ. ദൈവത്തിന്റെ പരമാധികാരം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ തന്നെ ഈ വെളിച്ചത്തിന്റെ അധികാരം അവിടെ ഉള്ളപ്പോൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യത്തിൽ വേറൊരു നാഴികയെക്കുറിച്ച് ലൂക്കോസ് പറയുന്നുണ്ട്. ഞാനത് വായിക്കാം. നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് വരണം. 22-53. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു. കണ്ടോ? അപ്പൊ വെളിച്ചത്തിന്റെ അധികാരം ഇരിക്കുമ്പോൾ തന്നെ ഇരുട്ടിന്റെ അധികാരവും ഇരുട്ടിന്റെ വാഴ്ചയുമുണ്ട്. എന്താ മനസ്സിലാകുന്നില്ല? ഞാൻ പറയാം. ഒറ്റ നോട്ടത്തിൽ യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്തോ പറയുന്ന അറിയാമോ? അയ്യോ, വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ഇരുട്ട് ഭയങ്കരമായിട്ട് പുള്ളിയെ മൂടിയല്ലോ. ആൾക്കാർ കാർക്കിച്ച് തുപ്പുന്നു, ആൾക്കാർ അടിക്കുന്നു, ഫോൾസ് ടെസ്റ്റിമണി, കർത്താവിന് ഒരു അൺഫെയർ ട്രയൽ കിട്ടുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ അന്നത്തെ ശിഷ്യന്മാര് പറഞ്ഞു, അയ്യോ, ഇരുട്ട് ഭയങ്കരമായിട്ട് വ്യാപരിച്ചിരിക്കുക, ഇരുട്ടിന്റെ അധികാരമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ യോഹന്നാൻ മറ്റൊരു വശത്ത് പറയുകയാണ്, നിങ്ങളുടെ കണ്ണും കൊണ്ട് കാണുന്നത് പോലെയല്ല ഇരുട്ടിന്റെ അധികാരം. എത്ര അധികം വന്നാലും പരമാധികാരിയായ ദൈവത്തിന്റെ വെളിച്ചമാണ് ഇരുട്ടിനെ വാഴുന്നത്, ഇരുട്ടിന്റെ മേൽ അധികാരമുള്ളത്. ഇരുട്ട് എത്ര അധികം ശ്രമിച്ചാലും വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഈ തിരുവചനത്തിന്റെ അധികാരത്തോട് നിന്ന് ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ജീവിതത്തിൽ എത്ര ഇരുട്ടിന്റെ വ്യാപാരം ജീവിതത്തിൽ വന്നേഷിയാലും
കർത്താവിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആ ഇരുട്ടിലും ദൈവത്തിന്റെ മഹത്വം കാണുന്ന ഒരനുഭവം ജീവിതത്തിൽ നമുക്ക് കർത്താവ് നൽകും. കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും എൻ്റെ ഇടയനും ആ കൂരിൽ താഴ്വരയിലുണ്ട്. ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കും, അവൻ്റെ സാന്നിധ്യം ഞാൻ അറിയും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ടോ? എത്ര ഇരുട്ട് വ്യാപരിച്ചാലും, അന്ധകാരം എത്ര മൂടിയെന്ന് പറഞ്ഞാലും, ഒരിക്കലും ഒരു അന്ധകാരത്തിനും വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ല. ഇല്ല ഇല്ല. ബിക്കോസ് ഗോഡ് ഇസ് സോവറൻ. ദൈവം പരമാധികാരിയായ ദൈവമാണ്. സ്തോത്രം. ഇന്ത്യയിലൊക്കെ ഭയങ്കര ഉപവാസ പ്രാർത്ഥനയാ. ആരെ ഇറക്കണം, ആരെ കയറ്റണം എന്നൊക്കെയുള്ള തീരുമാനം. അവര് കയറിയ പ്രശ്നമാണ്, ഇവരിറങ്ങിയ പ്രശ്നമാ. എൻ്റെ പ്രിയരെ, നമ്മുടെ കണ്ണ് ആ പരമാധികാരിയായ ദൈവത്തിലേക്കൊന്ന് വെക്കാം. ആര് എത്ര നാൾ ഇരിക്കണമെന്നും ആരെപ്പോ ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ഒരു പാർട്ടിയല്ല, ഒരു വ്യക്തിയല്ല, നമ്മുടെ പരമാധികാരിയായ ദൈവമാണ്. ഇരുട്ട് എത്ര വ്യാപരിച്ചെന്ന് പറഞ്ഞാലും വെളിച്ചത്തിനെ ഉള്ളു ജയം, വെളിച്ചത്തിന്റെ മക്കൾക്ക് ഉള്ളു ജയം. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തമായി സ്തോത്രം പറയാം. ഹല്ലേലൂയ. വെളിച്ചത്തിന് ഉള്ളേ ജയം, വെളിച്ചത്തിന്റെ മക്കളിലെ ഉള്ള ജയം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ കാര്യം ആദ്യ നൂറ്റാണ്ട് സഭയ്ക്ക് നല്ലതുപോലെ അറിയായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന നോക്കിക്ക്, വളരെ പീഡനകൾ കൂടെ പോയാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങൾ ഞാനത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ 27-28 വളരെ പീഡനകൾ കൂടെ കടന്നു പോകുന്ന ദൈവസഭ പ്രാർത്ഥിക്കുന്ന കണ്ടോ? നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേലിൽ ജനവുമായ ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം. കണ്ടോ? ഇവരെല്ലാം ഒന്നിച്ചു കൂടിയാലും ആര് പറയുന്നത് പോലെ നടക്കത്തുള്ളൂ. നിന്റെ ആലോചനയും നിന്റെ കൈയും മുൻ നിയമിച്ചതേ നടക്കത്തുള്ളൂ. ഇത് മനസ്സിലാക്കണം പ്രിയരെ, ഇത് മനസ്സിലാക്കണം. ആദ്യ നൂറ്റാണ്ട് സഭയ്ക്ക് അവളുടെ കർത്താവിനെ അവർക്കറിയാമായിരുന്നു. ആരാ? ഈസ് എ സോവറൻ ലോർഡ്. പരമാധികാരിയായ ദൈവമാണ്. നിന്റെ കൈയും നിന്റെ ആലോചനയും. ഇന്ന് പകൽക്കാലം പ്രിയരെ, കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. എൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന, എൻ്റെ ദേശത്തെ കൺട്രോൾ ചെയ്യുന്ന, അല്ല ഈ ഭൂമിയെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയോ ഒരു സംഘടനയോ ഒന്നുമല്ല. ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പരമാധികാരിയായ ദൈവമുണ്ട്. നിന്റെ കൈയും നിന്റെ ആലോചന, it is going according to the purpose of God. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. എന്തെല്ലാം ഭൂമിയിൽ ഇപ്പൊ നടക്കുന്നോ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചാ പോകുന്നത്. ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല കേട്ടോ. പലരും ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, കർത്താവിന് തെറ്റ് സംഭവിച്ചെന്ന്. ഒരിക്കലും ഇല്ല. God has never done any mistake. കർത്താവിന് ഒരു കാര്യം സർപ്രൈസും അല്ല, കർത്താവിന് ഒരു കാര്യം തെറ്റ് സംഭവിച്ചിട്ടില്ല. Everything is going according to God's plan, God's purpose. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് 23-ാമത്തെ വാക്യത്തിൽ നിന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. 12:23, യോഹന്നാൻ 12:23. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക, ആ നാഴികയെ കുറിച്ചാണ് നാം ഇതുവരെ ധ്യാനിച്ചത്. നാഴിക എന്തോ? നാഴിക വെളിച്ചത്തിന്റെ നാഴികയും ഇരുട്ടിന്റെ നാഴികയും ഉണ്ടെങ്കിലും വെളിച്ചമാണ് ഇരുളുടെ മേൽ അധികാരമുള്ളത്, ഇരുട്ടിനല്ല. സ്തോത്രം. ഇരുട്ട് എത്ര കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും നോക്കിക്കേ, ആ 12-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം നോക്കിക്കേ. 32. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇരുട്ട് നീ എന്തോ ചെയ്തെന്ന് പറഞ്ഞാലും ഗോഡ് വിൽ ഡു ഹിസ് പർപ്പസ്. കർത്താവിന്റെ പർപ്പസ് അവിടെ നടക്കും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ,
ക്രൂശിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും ഐ വിൽ എന്റെ ഡ്രോപ്പ് ടു മൈ. പിശാച് ഇവരൊന്നും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. എത്ര ശ്രമിച്ചാലും കർത്താവിന്റെ പർപ്പസ് അവിടെ നടക്കും. ഈ പരമാധികാരിയായ ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. കർത്താവിന്റെ വചനമായി വെളിപ്പെടുത്തി തരുന്നത് കേട്ടോ, അല്ലാതെ എൻ്റെ ഒരു ആശയമല്ല ഞാനിവിടെ പറയുന്നത്. ദിസ് ഇസ് ദി റെവലേഷൻ ഓഫ് ഗോഡ്സ് വേർഡ്. ഓക്കെ, ഇനി 23-ാമത്തെ വാക്യത്തിന് അടുത്തൊരു പദമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ. കർത്താവ് വളരെ തന്നെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ചൊരു ടൈറ്റിൽ സൺ ഓഫ് മാൻ എന്നുള്ള ടൈറ്റിലാണ്. അതിന് സൺ ഓഫ് മാൻ എന്നതിൻ്റെ അർത്ഥം കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇല്ലേ? യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാമത്തെ വാക്യം വചനം ജഡമായി. അപ്പം പൂർണ്ണ ദൈവമാണ്, ഈസ് ഫുള്ളി ഗോഡ്. 4-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ശമരിയ പട്ടണത്തിൽ കർത്താവ് വന്നു, തനിക്ക് ക്ഷീണം വന്നു, ദാഹിച്ചു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ വേണ്ടി സിറ്റിയിൽ ചെന്നു. അപ്പം പൂർണ്ണ മനുഷ്യനും കൂടെയാണ്. അപ്പൊ സൺ ഓഫ് മാൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ ഒരർത്ഥം ഇവിടെ കൊടുക്കാൻ നമുക്ക് മനസ്സിലാകുന്നത് ഈസ് ഫുള്ളി മാൻ, പൂർണ്ണ മനുഷ്യൻ. ഓക്കെ, ആ ഫുള്ളി മാൻ നമുക്ക് മനസ്സിലാകുന്ന 27-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ, 12:27. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. അതിനെ വ്യാഖ്യാനിക്കുന്നില്ല ഞാൻ, കാരണം അത് വേറൊരു സബ്ജക്റ്റ് ആയിപ്പോ. പക്ഷേ ഇപ്പൊ അവിടെ മനസ്സിലായോ, ഉള്ളം കലങ്ങുക, ട്രബിൾഡ് ഇൻ ഹാർട്ട്. എന്നിട്ട് കർത്താവിന്റെ മുമ്പിൽ ഒരു 2 ഓപ്ഷൻ. എന്താ? പിതാവേ, ഈ വെച്ച് ഈ നാഴിക എന്നിൽ നിന്ന് പോകണമെന്നാണോ അതോ നാമം മഹത്വപ്പെടണോ? ഒരു ക്വസ്റ്റ്യനാ മുമ്പിൽ, അല്ലേ? അപ്പൊ കർത്താവ് എന്തോ തെരഞ്ഞെടുത്തത്? പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടുത്തണം. അപ്പം തൻ്റെ വിൽ തനിക്ക് ഉള്ളം നൊന്തു. 11:35 നമുക്കറിയാം, ഷോർട്ടസ്റ്റ് വേഴ്സ് ഇൻ ജോൺ 11:35. കണ്ണുനീർ വാർത്തു. അപ്പം പൂർണ്ണ മനുഷ്യനാണെന്നാണ് ഈ സൺ ഓഫ് മാന്റെ ഉദ്ദേശം. അപ്പോൾ തന്നെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 13 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേലിന്റെ ദർശനത്തിൽ അവിടെ ഒരു സൺ ഓഫ് മാനെ കാണുന്നുണ്ട്. വായിച്ചേ, ദാനിയേൽ 7-ന്റെ 13 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രന്റെ സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത ആ നിത്യ ആധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. അപ്പൊ ഈ സൺ ഓഫ് മാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, അധികാരി, ദ റൂളർ, ദി അതോറിറ്റി, ദ വെരി ഗോഡ് ഹിംസെൽഫ്, ദൈവം തന്നെ. സ്തോത്രം. അപ്പം ആ വയോധ്യൻ, ദി ഏൻഷ്യൻസ് ഓഫ് ഡേയ്സ്, ആ പിതാവായ ദൈവത്തിന്റെ അതേ മഹത്വമുള്ള പുത്രനാണ് ഈ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ. ഷെയറിംഗ് ദ ഗ്ലോറി. പിതാവിന് എങ്ങനെ മഹത്വമുണ്ടോ അതിന്റെ കുറച്ച് ലോ സ്റ്റാൻഡേർഡ് മഹത്വമല്ല, അതേ മഹത്വം. നോക്കിക്കേ, 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, 17:5. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ. അപ്പൊ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ കർത്താവിന് മഹത്വം, ആ മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പൊ പിതാവിന്റെ മഹത്വം അതേ ഈക്വൽ മഹത്വമാണ് കർത്താവായ യേശു ക്രിസ്തുവിനും. അതുകൊണ്ടാണ് പിതാവും ആരാധ്യനും പുത്രനും ആരാധ്യൻ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിതാവിന് ന്യായം വിധിപ്പാൻ അധികാരമുണ്ട്, പുത്രനും അധികാരമുണ്ട്. പിതാവിന് ജീവൻ കൊടുക്കാൻ അധികാരമുണ്ട്, പുത്രനും അധികാരമുണ്ട്. സോ ബോത്ത് ആർ കോ ഈക്വൽ. യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദേ ആർ കോ ഈക്വൽ.
ആമേൻ. അപ്പം യേശുവിന്റെ മഹത്വം കാണുന്ന ഒരു വ്യക്തി ആരുടെ മഹത്വമാണ് കാണുന്നേ? പിതാവിന്റെ മഹത്വമാണ്. പിതാവിന്റെ മഹത്വം കാണണമെങ്കിൽ ആരുടെ മുഖത്തേക്ക് നോക്കണം? യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം. ഇനി ഈ 12-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരാം. 12-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം, 39-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചു. 39. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. ആരുടെ തേജസ് കണ്ടു? യെശയ്യാവ് 6-ാം അധ്യായം കാണുമ്പോൾ യഹോവയുടെ തേജസ് കണ്ടു. എന്നാൽ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ വന്നിട്ട് ഈ വാക്യം അങ്ങോട്ട് കോട്ട് ചെയ്തിട്ട് യോഹന്നാന്റെ ധൈര്യം നോക്കിക്കെ പറയാണ്, യെശയ്യാവ് കണ്ടത് ആരുടെ തേജസ്സാന്നറിയാമോ? അവന്റെ കർത്താവിന്റെ, യേശുക്രിസ്തുവിന്റെ. എങ്ങനെ ധൈര്യം വന്നു യോഹന്നാനെ? യഹോവയായ ദൈവത്തിന്റെ തേജസ്സിനെ, കർത്താവിന്റെ തേജസ്സിനെ കണ്ടെന്നോ? അതെ. കാരണം എന്താ? ബോത്ത് ആർ കോ ഈക്വൽ. സ്തോത്രം. ഈ വെളിപ്പാട് കർത്താവ് നമ്മുടെ ഉള്ളിൽ തരട്ടെ. നമ്മുടെ എല്ലാ ഭയവും അവിടുന്ന് കർത്താവ് നീക്കും. ഈ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വന്ന അപ്പം മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാൻ ഉള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് പിതാവായ ദൈവം ഒരു പുതിയ സ്റ്റാൻഡേർഡ് കൊടുക്കുകയല്ല. പ്രത്യേകത, ലോകസ്ഥാപനത്തിന് മുൻപേ പിതാവുമായിട്ട് ഷെയർ ചെയ്ത അതേ ഗ്ലോറിയിലേക്ക് കർത്താവ് യേശു ക്രിസ്തു ക്രൂശ് മരണത്തിൽ കൂടെ ആ തേജസ്സിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ടാണ് പിതാവിനെ പോലെ തന്നെ പുത്രനും ആരാധ്യനും. സ്തോത്രം. അപ്പം പ്രിയ ദൈവമക്കൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മടങ്ങി വരാം. 12-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വായിക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. തേജസ്കരിക്കപ്പെടുകന്റെ അർത്ഥം എന്താണ്? ക്രൂശ് മരണത്തിൽ കൂടെ പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുക, പിതാവായ ദൈവത്തിന്റെ എല്ലാ ആ മഹത്വം വെളിപ്പെടുത്തുന്ന ആ ക്രൂശ് മരണത്തിൽ കൂടെ തനിക്ക് മുൻപേ ഉണ്ടായിരുന്ന തേജസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവമാണ് 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തത് 24-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത്. അവന്റെ കർത്താവിന് ഇവിടെ ആ ഗോതമ്പുമായിട്ടൊരു ബന്ധപ്പെടുത്തി സംസാരിക്കുക കേട്ടോ. ഈ ഗോതമ്പിന് 2 ഓപ്ഷൻ ഉണ്ട് ഇല്ലേ? എന്താ 2 ഓപ്ഷൻ? ചാകാം, ഇല്ലെങ്കിൽ ചാകാതിരിക്കാം. തനിയെ ഇരിക്കാം, ചാകാം, ഇല്ലേ? 2 ഓപ്ഷൻ ഉണ്ട്. എന്താ ദൈവത്തിന്റെ പദ്ധതി? എന്താ ദൈവത്തിന്റെ ഇഷ്ടം? തനിയെ ഇരിക്കുകയാണോ ചാകുകയാണോ? ചാകുകയാണ്. എന്നാൽ 12:34 നോക്കിക്കേ. 12:34 പുരുഷാരോഹനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത് എന്ന് നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആര് എന്ന് ചോദിച്ചു. പുരുഷാരത്ത് എന്തോ പറയുന്നേ? മരിക്കണ്ട, ഇരിക്കണം, എന്നേക്കും ഇരിക്കണം. ഞാന് ഇതിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ മുമ്പോട്ട് പറയാം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി മരിക്കണം, ഡൈ. പുരുഷാരത്തിന്റെ ഇഷ്ടം മരിക്കരുത്. അപ്പം ഞാന് ഇവിടെ ഈ വാക്യത്തെ ഒന്നുകൂടൊന്ന് മനസ്സിലാക്കി ഞാൻ മുമ്പോട്ടൊന്ന് പോകാം. ഞാൻ ഒന്ന് പതുക്കെ പോകത്തുള്ളൂ, കാരണം വളരെ ആഴത്തിൽ അത് മനസ്സിലാക്കാം. ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഫലമില്ല, അല്ലേ? അത് ചാകേണ്ട കാര്യം എന്താ? ഫലമുണ്ടാകാൻ. ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വിഷയം,
കർത്താവിൻ്റെ മരണം ഇറ്റ് ഈസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. Yes, yes. Hallelujah. കർത്താവ് മരിച്ചില്ലായിരുന്ന എങ്കിൽ Jesus. Understand. കർത്താവിൻ്റെ ആ മരണത്തോടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന ഫലങ്ങളാണ് ഞാനും നിങ്ങളും. Amen. ഫലം ഉണ്ടാകത്തില്ല. Praise the Lord. Hallelujah. ഈ ഫലം ഉണ്ടാവത്തില്ലായിരുന്നു. നിത്യജീവൻ പ്രാപിക്കത്തില്ലായിരുന്നു. ദിസ് ഷോസ് ദി അറ്റ്മോസ്റ്റ് നെസസിറ്റി ഓഫ് ക്രൈസ്റ്റ് ഡെത്ത്. മരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. Hallelujah. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഒന്ന് ശ്രദ്ധിക്കണം. 3:14 അവിടെ എഴുതിയിരിക്കുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തേണ്ടതാകുന്നു. അതിന്റെ അർത്ഥം എന്തുവാ? മസ്റ്റ്. അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഉയർത്തേണ്ടതാകുന്നു. അതിന്റെ 15-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു. ഈ ഗോതമ്പ് മണിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. സ്തോത്രം. ഇത് നമ്മൾ ആദ്യം ഗ്രഹിക്കണം. വേറൊരു ഓപ്ഷൻ ഉണ്ടോ ഗോതമ്പ് മണിക്ക്? ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചത്, പിതാവേ നിന്റെ നാമം മഹത്വപ്പെടണം. ഗെത്സമനയിൽ പ്രാർത്ഥിച്ചത്, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. കാരണം there is no other option. വേറൊരു ഓപ്ഷനും. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയം നന്ദിയോട് നിറയണം. എന്തിനാണെന്നറിയാമോ? ആ ഗോതമ്പ് മണി തനിയെ ഇരിക്കാൻ ആഗ്രഹിച്ചില്ല. അത് നിലത്ത് വീണ് അത് പൊട്ടി അത് മരിക്കാനാണ് തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് പകൽക്കാല ജീവനോടെ ഈ കർത്താവിനെ പ്രസംഗിക്കാൻ എനിക്കിടയായി. ആ നിത്യജീവന്റെ പ്രത്യാശ എനിക്ക് ഹൃദയത്തിൽ ലഭിച്ചത്, ആ തേജസ്സിന്റെ പ്രത്യാശ എനിക്ക് ലഭിച്ചത്, ഇന്ന് ഞാൻ മരിച്ചാലും എനിക്ക് പ്രത്യാശയോടെ പോകാൻ കഴിയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇന്നേക്ക് 2000 വർഷം മുമ്പ് ഒരു ഗോതമ്പ് മണി തനിയെ ഇരിക്കാൻ തീരുമാനിച്ചില്ല. പ്രത്യേക നിലത്ത് വീണ് അത് മരിച്ച് ഫലം കൊടുക്കുവാനാണ് തീരുമാനിച്ചത്. സ്തോത്രം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കേ, കർത്താവിന് എന്ത് നല്ലതായിരുന്നു. എങ്ങനെ നിലത്ത് വീണ് പൊട്ടി മരിക്കാതെ തനിയെ ആയിരുന്നു കുറെ നാൾ കഴിഞ്ഞിട്ട് പിതാവിന്റെ അടുക്കലേക്ക് പോവുക. പക്ഷെ കർത്താവ് അത് എടുത്തില്ല. സ്തോത്രം. ഈ ദർശനം നമ്മുടെ ഹൃദയത്തിൽ അവിടുന്ന് വല്ലാതെ ഗ്രപ്പിയട്ടെ പ്രിയരെ. ഈ ദർശനം കർത്താവിന്റെ പകരക്കാരനായി മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ ആയിരുന്നേനെ. ഐ വിൽ ബി ഇൻ ദ ഹെൽ. കർത്താവിന്റെ പകരക്കാരനായി മരിച്ചത് കൊണ്ടാണ് ഐ എൻജോയ് ദ ഗിഫ്റ്റ് ഓഫ് ദി ഇറ്റേണൽ ലൈഫ്. ഇനിയാണ് 25-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഗോതമ്പ് മണി ആരാന്ന് മനസ്സിലായി. ആ ഗോതമ്പ് മണി എടുത്ത തീരുമാനം എന്താന്ന് മനസ്സിലായി. ആ തീരുമാനത്തിൽ കൂടെ വരുന്ന ആ ഫലം എന്താന്ന് മനസ്സിലായി. ഇനി 25-ാമത്തെ വാക്യം നോക്കിക്കേ. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പൊ ഈ ഗോതമ്പ് മണിയുടെ കാര്യം പറഞ്ഞിട്ട് അടുത്ത 25-ാമത്തെ വാക്യത്തിൽ പറയുകയാണേ, ഇത് ഞാൻ മാത്രമല്ല, നിങ്ങളും ഇതുപോലെ ആയിരിക്കണം. സ്തോത്രം. അപ്പൊ നമ്മള് ഇപ്പൊ കർത്താവ് എന്ന ഗോതമ്പ് മണിയുടെ കാര്യം നമ്മൾ ഇതുവരെ പഠിച്ചില്ലേ. ഇനി നമ്മളെ തന്നെ ഒന്ന് എടുക്കാം. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പക്ഷെ ഉണ്ടെന്നാണ് പലരും പ്രസംഗിക്കുന്നത്. ഈ കാൽവറിയുടെ ദർശനം കിട്ടിയ ഒരാൾക്കറിയാം ഗോതമ്പ് മണി എങ്ങനെ താഴെ വീണ് നിലത്ത് വീണ് പൊട്ടിച്ചത്തോ അതുപോലെ എനിക്കും ആകണം. സ്തോത്രം. എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു പാഠം ഇതില്. ഇതാ യഥാർത്ഥ ശുശ്രൂഷ. നമ്മൾ ഒരു പഴയ പാട്ട് പാടാറില്ലേ?
താതാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ. അടുത്ത വരി കണ്ടിട്ടുണ്ടോ? ത്യാഗം ചെയ്യുന്നീ പാഴ്മണ്ണിനാശ. അപ്പോഴാ പ്രസംഗിക്കുന്നത് നല്ല ഇനിയും വസ്തുക്കൾ കിട്ടുമെന്ന്. ചാവണ്ട ആവശ്യമില്ല, ഇനിയും കിട്ടും. ചിലർ പ്രാർത്ഥിക്കാറുണ്ട്, ജീവിതത്തിന്റെ മധ്യത്തിൽ നിന്ന് എടുത്തു കളയല്ലേ. അയ്യോ, 33-ാമത്തെ വയസ്സിലാ കർത്താവ് പോയത്. അപ്പൊ അല്പം കൂടെ ഇനി ഞാൻ ഇങ്ങോട്ട് ജീവിച്ച് അല്പം കൂടെ മണ്ണ് പ്രാപിക്കണം, അല്പം കൂടെ ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി ഞാൻ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യണമെന്നാണ് പലരും പ്രസംഗിക്കുന്നത്. എന്നാൽ പാട്ടുകാരൻ പാടുന്നത് പാഴ്മണ്ണിനാശ. ഞാനത് ചെക്ക് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി, വേസ്റ്റ് ലാൻഡ്. ഭൂമിയിലെ എല്ലാ മണ്ണിനെയും പാട്ടുകാരെ വിളിക്കുക വേസ്റ്റ് ആണെന്ന്. അപ്പോഴാണ് നമ്മളോട് ആരെങ്കിലും പ്രസംഗിച്ചിട്ട് പറയുന്നത് വേസ്റ്റ് അല്ല, ഒന്നുകൂടെ നിനക്ക് തരും, ഒന്നുകൂടെ നിനക്ക് തരും, നീ വലിയൊരു സംഭവമാവും. ഭയങ്കര അപകടമാണ് പ്രിയരെ. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. ഗോതമ്പ് മണി വീണ് ചത്തതുപോലെ എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. ഐ കനോട്ട് റിമെയിൻ. എനിക്ക് ഫലം കായ്ക്കണമെങ്കിൽ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവത്തിന് മഹത്വം ലഭിക്കണമെങ്കിൽ, ആ ഗോതമ്പ് മണി വീണ് ചത്തതുപോലെ ഐ ഓൾസോ ഷുഡ് ഡൈ. സ്തോത്രം. അവിടെ കണ്ടോ 25-ാമത്തെ വാക്യം, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ. അടുത്തത്, ഈഗലോകത്തിലെ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ. 2 വാക്കാണ്, സ്നേഹിക്കുന്നവൻ, പകയ്ക്കുന്നവൻ. സ്നേഹിക്കുന്നവൻ, പകയ്ക്കുന്നവൻ. ഈ 12-ാം അധ്യായത്തിൽ 2 സ്നേഹം ഞാൻ നിങ്ങളെ കാണിക്കാം. 12-ാം അധ്യായത്തിലേക്ക് ഓടിച്ചു വരാം, എൻ്റെ സമയം ഇവിടെ കഴിയാറായി. 12-ാം അധ്യായത്തിൻ്റെ ആ ആരംഭ വാക്യങ്ങളിൽ നമ്മൾ വാക്യം വായിക്കണ്ട, കാരണം സമയമില്ല. 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ മറിയ അവിടെ ഒരു വലിയ വിലയേറിയ തൈലമെടുത്ത് കർത്താവിനെ അനോയിന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത് കണ്ട ഒരാളുടെ ഹൃദയം നോക്കിക്കുക. 4-ാമത്തെ വാക്യം, യൂദസ് ഇസ്കറിയോത്താവ് ഇത് കണ്ടിട്ട് എന്താ പറയാൻ നോക്കി. 5-ാമത്തെ വാക്യം 12:5 ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മണം കിട്ടിയപ്പോ തന്നെ എത്ര പൈസ എന്ന് പുള്ളിക്ക് മനസ്സിലായി. മണത്തപ്പോ തന്നെ മനസ്സിലായി 300 എന്തോ പണക്കൊതിയനാ നോക്കിക്കേ. പക്ഷെ കൂടെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല. മത്തായി എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത്, 26-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ശിഷ്യന്മാരും ഒരുമിച്ച് പറഞ്ഞെന്നാ. അതിന്റെ അർത്ഥം ബാഡ് ക്യാരക്ടർ വിൽ കറപ്റ്റ് ഗുഡ് ക്യാരക്ടേഴ്സ് ടു. ഇങ്ങനെ ഒരുവൻ കൂട്ടായ്മയിൽ ഉണ്ടായാൽ മറ്റുള്ളവരെ എന്ത് ചെയ്യും? കറപ്റ്റ് ചെയ്യും. പണക്കോതിയൻ സഭയിൽ ഉണ്ടെങ്കിൽ നല്ല വിശ്വാസികളെ പണക്കോതിയനാക്കും. സ്തോത്രം. അപ്പം ഇത് കണ്ടിട്ട് പറയുകയാണ്, അയ്യോ 300 ദിനാറി ഉണ്ടെങ്കിൽ പാവം കൊടുത്തു. അപ്പൊ കേട്ടപ്പോ യോഹന്നാനൊക്കെ അന്ന് ചിന്തിച്ചത്, അയ്യോ യൂദയെ പോലെ നല്ലൊരു സഹോദരൻ, ദരിദ്രന്മാരോടുള്ള സ്നേഹം. എന്നാല് കർത്താവ് ഉയർത്തപ്പെട്ട് ഇവൻ തൂങ്ങിച്ചത്തപ്പെടാ മനസ്സിലാതെ, അയ്യോ ഇവൻ കള്ളനായിരുന്നു. പണത്തോടുള്ള കൊതി കണ്ടോ? ദ ലവ് ഓഫ് മണി. 3.5 കൊല്ലം കർത്താവിന്റെ എല്ലാ പ്രസംഗവും കേട്ട് പേപ്പറിലും എഴുതിയിട്ട് എല്ലാ പ്രസംഗത്തിലും ആമേനും പറഞ്ഞ് തൂങ്ങിച്ചെത്തും. പണക്കൊതി, ലവ് ഓഫ് മണി. ലവ് ഓഫ് മണി. ലവ് ഓഫ് മണി എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, മാമോൻ എന്നുള്ള വേർഡ് വളരെ വിശാല അർത്ഥമാണ്. വെൽത്ത് എന്തോ ആയിരുന്നു പറഞ്ഞാൽ, പണം മാത്രമല്ല, എന്തോ, സ്ഥലവും വീട് വണ്ടി എല്ലാം എഴുതിക്കും. ദൈവത്തെ വിട്ട് ഇതും കൂടെ ഇന്ന് പ്രസംഗിക്കുമ്പോ എങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഇതുകൊണ്ട് ദൈവവും കൊണ്ടുപോകാം മാമോനെയും കൊണ്ടുപോകാം. കർത്താവ് പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് പറ്റുമെന്നാ. ദൈവത്തെ മാമോനെ സേവിക്കാൻ പറ്റത്തില്ലെന്നാ കർത്താവ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറയുന്നത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റാൻ ബ്രദറിന് അങ്ങനെ തോന്നുവാന്നാ. സ്തോത്രം.
അപ്പോൾ ഒരു സ്നേഹം, വസ്തുക്കളോടുള്ള സ്നേഹം. രണ്ടാമത്തെ സ്നേഹം നോക്കിക്കേ, 12-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ ആൻറ്റി. 42. 42-ാം വാക്യം. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിപ്രക്ഷ ആകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും. 43. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അടുത്ത സ്നേഹം എന്തുവാ? പീപ്പിൾ, ലവിങ് പീപ്പിൾ. ആദ്യത്തെ ലവിങ് പൊസഷൻ. രണ്ടാമത്തെ സ്നേഹം ലവിങ് പീപ്പിൾ, ആൾക്കാരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാനിപ്പോൾ സ്നാനപ്പെടുന്ന അച്ചാച്ചൻ എന്ത് ചിന്തിക്കും, അമ്മാമ്മ എന്ത് ചിന്തിക്കും, ഞങ്ങളുടെ സമൂഹം എന്ത് ചിന്തിക്കും. ആൾക്കാരെ പ്രീതിപ്പെടുത്തുന്ന ഒരു കൂട്ടം. ഇവിടെ മറ്റൊരു കൂട്ടത്തിന് വസ്തുക്കളോടുള്ള സ്നേഹം, എന്താ പറയുക, ലവിങ് ഓഫ് പൊസഷൻ. മറ്റേത് എന്തുവാ? ലവിങ് ഓഫ് പീപ്പിൾ. ഇതെല്ലാം ലവിങ് ഓഫ് സെൽഫാ, സ്വയത്തെ സ്നേഹിക്കുന്നതാ ഇതെല്ലാം. ഇതിനെ പകയ്ക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതിനെ പകച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. അതാണ് ട്രൂ സർവീസ്. ഇനി ഈ 12-ാം അധ്യായത്തിൽ തന്നെ പകച്ച ഒരു കുടുംബത്തെ ഞാൻ കാണിക്കാം. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ തൊട്ട് വായിക്കുമ്പോൾ, ലാസറും മാർത്തയും മറിയയുടെ ഭവനത്തിൽ എന്ത് സംഭവിച്ചു? അവിടെ ഒരു വിരുന്നൊരുക്കി. അപ്പൊ നമ്മൾ വിചാരിക്കുക, ആ വിരുന്നൊരുക്കിയത് എന്താ ഇത് പകയ്ക്കാനുള്ളത്? ഞാൻ പറയാം. 11-ാം അധ്യായത്തിന്റെ 8-ഉം 16-ാം വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയും. ഈ സ്ഥലത്തേക്ക് യേശു പോകാൻ ചെന്നപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു, അയ്യോ യഹൂദന്മാർ നിന്നെ കൊല്ലുവാൻ വേണ്ടി തയ്യാറായ സ്ഥലമില്ലേ, നീ പിന്നെ അവിടെ പോകുന്നു. അപ്പൊ തോമസ് പറഞ്ഞു, നമുക്ക് മരിക്കാൻ പോവാം. അപ്പൊ മരിക്കാൻ വരെ തയ്യാറായി ഇവർ ബെഥനിയിലേക്ക് വന്നു. യേശുവിനെ ഒരു വാണ്ടഡ് ആയിട്ട് യഹൂദന്മാരിങ്ങനെ തെരഞ്ഞു നടക്കുന്ന സ്ഥലത്തിൽ നമ്മൾ യേശുവിനെ വീട്ടിൽ വിളിച്ച് വിരുന്ന് കൊടുക്കൂ? നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. കാരണം എന്തെങ്കിലും ഇവർ വീട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇവർ വന്ന് കത്തിച്ച് കളയും. അതുകൊണ്ട് യേശുവിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നാണ്. പക്ഷെ ഈകലോകത്തിലെ ജീവിതത്തെ പകച്ചു. ഞങ്ങളുടെ വീട് വന്ന് കത്തിച്ചാലും ലാസറിനെ 11 അധ്യായം ഒക്കെ വായിക്കുമ്പോൾ ലാസറിനെ കൊന്നുകളയാൻ അവർ തീരുമാനിച്ചു. എന്റെ ജീവൻ പോയാലും യേശുവിനെ ഞാൻ തള്ളി പറയില്ല. ഈകലോകത്തിലെ ജീവിതത്തെ പകയ്ക്കുന്നവൻ നിത്യജീവന് വേണ്ടി കാത്തു സൂക്ഷിക്കും. സ്തോത്രം. ഓക്കെ, ഞാൻ അത് വിശദീകരിച്ച് പോകുന്നില്ല. ഇന്നത്തെ ഡിസെപ്ഷൻ എന്താണെന്നറിയാമോ? ഇകലോകത്തിലെ ജീവിതത്തിലെ പകയ്ക്കേണ്ട വെറുതെ പണക്കൊതിയനോട് പറയുന്ന, പണക്കൊതിയനോടൊക്കെ പറയുന്ന ദൂതൊക്കെ കേൾക്കണം. അല്പം കൂടെ അവനെ കൊതിയനാക്കുക. സ്തോത്രം. അല്പം കൂടെ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോവുക. പണക്കൊതിയനോട് എന്താ പറയേണ്ടത്? നീ ഇങ്ങനെ പോയ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ലേ എന്നാ പറയുന്നത്. എന്തുവാ? മരിക്കേണ്ട ആവശ്യമില്ല. ഡു നോ യു ഷുഡ് നോട്ട് ഡൈ. അത് ക്രിസ്തുവിന്റെ മെസ്സേജ് അല്ല, അത് സുവിശേഷത്തിന്റെ രീതിയല്ല, അത് കർത്താവിനെ അനുഗമിക്കുന്നതല്ല. 26-ാമത്തെ വാക്യം 12-26 വേഗം നമുക്ക് വരാം. 12 എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. 26-ാമത്തെ വാക്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരൻ, മൈ സെർവൻറ്റ്. പ്രിയ ദൈവമക്കളെ, കർത്താവിന് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നാം ആദ്യം സെർവൻ്റ് ആയെങ്കിലേ പറ്റത്തുള്ളൂ. നാം ശുശ്രൂഷകരാകണം. ഞാൻ പണ്ടൊക്കെ ഈ ബോംബെയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം ഞങ്ങളുടെ ഈ ചർച്ചിൽ കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പാസ്റ്റർമാരെ വിളിക്കും. അപ്പോൾ പാസ്റ്റർമാരെ വിളിക്കുമ്പോൾ വിശ്വാസികൾ തമ്മിൽ ചോദിക്കുക ഞാൻ കേട്ടിട്ടുണ്ട്, ശുശ്രൂഷ ഉള്ള മനുഷ്യനാണ്. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചത്, ശുശ്രൂഷ വേണമെങ്കിൽ പ്രവചിക്കണം, ശുശ്രൂഷ വേണമെങ്കിൽ ഭൂതങ്ങൾ പോവേണം. അപ്പം ശുശ്രൂഷ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കരിസ്മയാ വരുന്നത്. ക്യാരക്ടർ വന്നിട്ടുണ്ടോ? ഇല്ല. കരിസ്മയല്ല ശുശ്രൂഷ, ക്യാരക്ടറാണ് ശുശ്രൂഷ. മനസ്സിലാക്കണം. എന്നെ അനുഗമിക്കുന്നവൻ, എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ.
ഫോളോ മീ. എന്നിട്ട് അവിടെ അടുത്ത എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകാരനും ഇരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? ശുശ്രൂഷ ചെയ്യേണ്ട അർത്ഥം എന്താ? ഒന്നാമത്തെ പാഠം, ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തതുപോലെ ഞാനും ഐ ഷുഡ് ഡൈ ടു മൈ സെൽഫ്. സ്തോത്രം. എൻ്റെ ഇഷ്ടമല്ലായിരിക്കണം, ഇനി എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമായിരിക്കണം. അല്ലേ? മത്തായി 11:28 ഉള്ള വാക്യം നമുക്കറിയാം. അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഓക്കെ. എന്നാൽ നമ്മൾ അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കും. അടുത്ത വാക്യത്തിൽ എന്തുവാ? എൻ്റെ മുഖം ഏറ്റുകൊണ്ട്, എൻ്റെ മുഖം ഏറ്റുകൊണ്ട്, ടേക്ക് മൈ യോക്ക്. അപ്പോൾ ശുശ്രൂഷകൻ അല്ലെങ്കിൽ സെർവന്റ് എന്ന് പറയുന്നത് ഞാൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. രക്ഷ എനിക്ക് നൽകുന്ന ഒരു കാര്യവും കർത്താവിൻ്റെ സെർവൻ്റ് ആകുന്നത് അത് ഞാൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ എൻ്റെ ഇഷ്ടം നടക്കല്ല, കർത്താവിന് ഇഷ്ടം നടക്കണം. കർത്താവിൻ്റെ ആ നുഖത്തിൻ്റെ കീഴിൽ ഞാൻ വന്ന്, കർത്താവാണ് എൻ്റെ മാസ്റ്റർ, ആ മാസ്റ്ററിനെ അനുഗമിച്ച് ഞാൻ ജീവിക്കും എന്ന് കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് ഞാൻ വരുന്നതാണ് യഥാർത്ഥമായ ശുശ്രൂഷ. സെർവിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമല്ല ഇനി ഞാൻ ചെയ്യുന്നത്, കർത്താവ് എന്നെ എങ്ങോട്ട് നയിക്കുന്നു. ഇന്ന് പറയാ, നാളെ അവിടെ പോകാൻ പറഞ്ഞാൽ ഞാൻ അവിടെ പോകും. ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും. ഇത് പറയാൻ പറഞ്ഞാൽ ഞാൻ അത് പറയും. എൻ്റെ ഇഷ്ടമല്ല. ഐ ആം അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ്. രണ്ടാമത് ശുശ്രൂഷന്റെ അർത്ഥം എന്തുവാ? എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കർത്താവിൻ്റെ ജീവിതവും കർത്താവിൻ്റെ ശുശ്രൂഷയുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ. മൂന്നാമത് മർക്കോസിന്റെ സുവിശേഷം 10:45 ആ കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 10:45. മർക്കോസ് 10:45. ആമേൻ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പൊ ശുശ്രൂഷയുടെ മറ്റേ അർത്ഥം എന്തുവാ? കർത്താവിനെ അനുസരിക്കുകയും കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക മാത്രമല്ല, എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി. വാട്ട് വി ഡു ടു അതേഴ്സ്, വാട്ട് വി ഡു ടു അതേഴ്സ്. സ്തോത്രം. ശുശ്രൂഷ എന്നുള്ളത് കർത്താവിന് കൊടുക്കുന്ന ആരാധനയും കർത്താവിനെ അനുസരിക്കുന്ന, കർത്താവിനെ അനുഗമിക്കുന്ന ജീവൻ മാത്രമല്ല, എൻ്റെ കൂടപ്പറപ്പ്, എൻ്റെ സഭയിലുള്ളവരുടെ എൻ്റെ സർവീസ് എങ്ങനെ, ഹൗ ഡു ഐ ആം. ഞാൻ എന്നേക്കാൾ വലിയതായിട്ട് ചിന്തിക്കുകയാണോ, അവരെക്കാൾ വലിയതായിട്ട് ചിന്തിക്കുകയാണോ, അവരെക്കാൾ ശ്രേഷ്ഠമായിട്ട് ചിന്തിക്കുകയാണോ? ഓർ ഐ ആം ലൈക്ക് എ സെർവൻറ്റ് സെർവിങ് അതേഴ്സ്. അപ്പോൾ ആ സർവീസ് ചെയ്യണമെങ്കിൽ വിലയുണ്ട്, വില കൊടുക്കണം. അവിടെ കൊടുത്തിരിക്കുന്ന ആ വാക്ക് കണ്ടോ? തൻ്റെ ജീവനെ മറുവിലയായി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുന്നത് ഇങ്ങോട്ട് കിട്ടുന്നതല്ല, അങ്ങോട്ട് കൊടുക്കുന്നതാണ്. സ്തോത്രം. അല്ലാതെ ശുശ്രൂഷക്കാരനായിട്ട് ഭയങ്കര പണക്കാരനായെന്നല്ല, ശുശ്രൂഷക്കാരനായിട്ട് അങ്ങോട്ട് കൊടുക്കുക, ഗിവിങ്, ജീവിതത്തെ തന്നെ കൊടുക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ചെയ്യുന്നവൻ്റെ പ്രതിഫലം ആ നമ്മൾ കണ്ട രണ്ട് കാര്യം. എന്താ? ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. അതിന് രണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, കർത്താവ് എവിടെ ഇരിക്കുന്നേ? കഷ്ടതയിൽ കൂടെ ഗോതമ്പ് മണി വീണ് ചത്തതുപോലെ എൻ്റെ ശുശ്രൂഷക്കാരനും ഇതുപോലെ. രണ്ടാമത്തെ അർത്ഥം, കർത്താവ് തേജസ്സിൽ വസിക്കുമ്പോൾ ശുശ്രൂഷക്കാരനും തന്നോടുകൂടെ ആ തേജസ്സിലേക്ക് വസിക്കും. രണ്ടാമത്തെ റിവാർഡ് എന്താണെന്നറിയാമോ? എൻ്റെ ശുശ്രൂഷക്കാരനെ ആര് മാനിക്കുന്ന? പിതാവ് മാനിക്കും. ലോകത്തിലെ മാന്യതയൊന്നുമല്ല കേട്ടോ, പിതാവ് മാനിക്കുന്ന മാന്യതയാണ് യഥാർത്ഥമായ മാന്യത. പ്രിയരെ, ഒരു ട്രൂ സർവീസിലേക്ക് ഈ ഉപവാസ പ്രാർത്ഥന നമ്മളെ നയിക്കട്ടെ. നമ്മുടെ സെൽഫിന് വേണ്ടിയുള്ളതല്ലായിരിക്കണം ഉപവാസ പ്രാർത്ഥന. പ്രത്യേക കർത്താവേ, എൻ്റെ ഉള്ളിൽ പണക്കൊതി ഉണ്ടെങ്കിൽ, മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന ആ സ്നേഹമുണ്ടെങ്കിൽ, അപ്രൂവൽ, മനുഷ്യൻ്റെ അപ്രൂവലാണ് എനിക്ക് വലിയത്, ദൈവത്തിൻ്റെ അപ്രൂവൽ അല്ല. അയ്യോ അത് മാറാൻ ഞാൻ ഉപവസിക്കുന്നു, ഇതായിരിക്കണം നമ്മുടെ ഉപവാസ വിഷയം.
അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് കടന്നു വരട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ നയിക്കട്ടെ. ലെറ്റ് ഗോഡ് ലീഡ് us ടു ട്രൂ സർവീസ്. യഥാർത്ഥ ശുശ്രൂഷകന്മാരാക്കി കർത്താവ് നമ്മളെ തീർക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.